നിങ്ങളെല്ലാം നിങ്ങളെ ടി വിയിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ സർവേ നടത്താൻ പോകുന്നവർ തന്നെ ചിത്രത്തിൽ കണ്ടിട്ട് എല്ലാ ടി വിയിലും അതുണ്ട്. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അക്രമം നടത്താനുള്ള എല്ലാവിധ പ്ലോട്ടോടും കൂടി ഗൂഢാലോചനയോടു കൂടി അവർ പ്രകോപനമുണ്ടാക്കുന്ന സമീപനം അവരെടുത്തു. എന്നിട്ട് സർവേക്കാർ പോകുന്നത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാതെ ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്, ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം പലപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 1991 ഇവിടെ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നിയമം വന്നു. എന്തായിരുന്നു നിയമം? 1947 ഓഗസ്റ്റ് 15 ഏതെല്ലാം ആരാധനാലയങ്ങൾ ആരുടെയെല്ലാം കയ്യിലാണോ അതങ്ങനെ തന്നെ തുടരും. അതിൽ സ്റ്റാറ്റസ് കോ, യാതൊരു വിധത്തിലും ആരും ഇടപെടുകയില്ല എന്നുള്ളത്. അങ്ങനെ നമ്മളെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ അത് നിയമം കൊണ്ടുവന്ന എന്തിനാണ്? ബാബരി മസ്ജിദ് പോലെ മറ്റൊരു പ്രശ്ന രാജ്യത്ത് ഉണ്ടാവരുത്. പല മതത്തിൻ്റെയും പേരിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് വന്നാൽ അത് സങ്കീർണമാകും, പ്രശ്നമാകും, എല്ലായിടത്തും കുഴപ്പമാകും. ആ സങ്കീർണത ഇന്ത്യയിൽ ഒരിടത്തും പാടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ നിയമനിർമ്മാണം. ഇപ്പോൾ ഇതിൻ്റെ ചില ഉത്തരവാദിത്തപ്പെട്ടവർ ഈ തീവ്ര ഹിന്ദു പക്ഷത്തെ പ്രതിനിധിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിയമം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചരിത്ര സത്യം ഇന്നതായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറക്കി പുറപ്പെട്ടിട്ടുള്ളതെന്നാണ്. വളരെ അപകടകരമായ സ്ഥിതിയാണ്. 3 പേര് മരിച്ചു, മാത്രം 30ഓളം പേർക്ക്, അതിൽ പോലീസുകാരടക്കമുള്ളവരുണ്ട്, പരിക്ക് പറ്റി. ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ നന്മയും തകർക്കുന്ന വിധത്തിൽ രാജ്യത്ത് ഓരോ ദിവസവും അടിമുടി വർഗീയവൽക്കരിക്കാനും അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ഈ കാര്യം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അനുകൂലിച്ചില്ല, ചർച്ചയ്ക്ക് എടുത്തില്ല അടിയന്തര പ്രമേയം. പക്ഷേ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇത് നടന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ കാര്യത്തിലുള്ള തുടർ നടപടികളും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ അക്കാര്യങ്ങളും ചെയ്യുന്നതാണ്. മരണം ഇപ്പോൾ 4 ഉയർന്നിട്ടുണ്ട്. അത് ലേറ്റസ്റ്റ് UP ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യ പറഞ്ഞത് കോടതി ഉത്തരവ് നടപ്പാക്കുക പോലീസിന്റെ ഒരു ചുമതലയാണ്, കടമയാണ് എന്നുള്ളതാണ്. നിയമം കയ്യിലെടുക്കാൻ നോക്കിയവർക്കെതിരെ NSA ഇടും, ദേശീയ സുരക്ഷാ നിയമം ചുമത്തുമെന്ന് കൂടി അതെ പറയുന്നുണ്ട്. അത് എത്രത്തോളം അവർ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണിത്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പോകുന്നത് ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത് എന്താ? പിന്നെ ഇവർ തന്നെ കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി പള്ളിക്കുള്ളിൽ തള്ളിക്കയറി അങ്ങനെ സീൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വാസികളുടെ കാര്യം മാത്രമല്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ സുപ്രീം കോടതി നേരിട്ട് ഇടപെടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, കോടതിയാണോ ഇനിയിപ്പോൾ ഒരു? അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. 91 നിയമം, ആ നിയമം പാലിച്ചിരുന്നെങ്കിൽ ഇവർ അന്നേ പറഞ്ഞിട്ടുണ്ട്, BJP അന്നേ പറയുന്നുണ്ട് ആ നിയമമൊന്നും ബാധകമല്ല എന്ന്. പലരും അത് ഡൈല്യൂട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രശ്നം, ആരാധനാലയങ്ങളുടെ അവകാശത്തെപ്പറ്റി ഒരു കാര്യം ഉണ്ടാകുമായിരുന്നു. അത്രയ്ക്ക് ക്ലിയർ നിയമമായിരുന്നു. ഈ BJP ഗവൺമെൻറ് ചെയ്തത് ആ നിയമത്തെ ഡൈല്യൂട്ട് ചെയ്യാണ്. ആ ഡൈല്യൂട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ തന്നെ പൊങ്ങി വന്നത്. നിങ്ങളൊരു പ്രതിനിധി സംഘം സന്ദർശിക്കുമോ? നോക്കട്ടെ, അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണ് ഞങ്ങൾ. അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ, സാഹചര്യങ്ങളുണ്ടോ, പെർമിഷബിളാണോ എന്നൊക്കെ ഞങ്ങൾ. അതേപോലെ